പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പോകുന്നതൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ മലയോര ഗ്രാമമായ കൊന്നക്കാടിനടുത്തുള്ള അച്ചൻകല്ല് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് പുളിങ്ങോം ടൗണാണ്. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുപാട് വെള്ളച്ചാട്ടമുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെള്ളച്ചാട്ടം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയും ഒരു വെള്ളച്ചാട്ടമായിരുന്നു, ചൂരൽ വെള്ളച്ചാട്ടം. അപ്പോൾ അതുപോലെ മറ്റൊരു വെള്ളച്ചാട്ടമാണ് അച്ചൻകല്ല് വെള്ളച്ചാട്ടം. ഇപ്പോൾ റീൽസിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒത്തിരി വിഷ്വൽസ് ഉണ്ട് ഈ വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ളത്. നമ്മുടെ റൂട്ടെന്ന് പറയുന്നത് പുളിങ്ങോം, കാവുന്തല, കാറ്റാങ്കവല വഴി കൊന്നക്കാടേക്കാണ് പോകുന്നത്. വഴിയിലെല്ലാം ധാരാളം മരങ്ങൾ കാണും. പ്രത്യേകിച്ച് കടുക്കയുടെ തോട്ടമാണ്, കടുക്കാത്തോട്ടം. നല്ല അടിപൊളി വ്യൂ ആണ് പോകുന്ന വഴിയെല്ലാം. വലിയ കുന്നും മലയെല്ലാം കയറിയിട്ട് വേണം ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഈ കാണുന്ന സ്ഥലം കൊന്നക്കാടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററും കൂടെ പോകാനുണ്ട് ഈ വെള്ളച്ചാട്ടം നിൽക്കുന്ന സ്ഥലത്തേക്ക്. ഒരു കാര്യം കൂടെ പറയാം, കോട്ടയം, പാലാ, മുണ്ടക്കയം, ഇടുക്കി, എറണാകുളം ഒക്കെ പോകുന്ന ബസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തൊട്ട് മുമ്പിൽ ബൈക്കിൽ പോകുന്നത് നമ്മുടെ ചങ്ങായിമാരാണ്. ഞാനിതുവരെ അവിടെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണിത് കാണാനായിട്ട് പോകുന്നത്. കൊന്നക്കാട് ടൗൺ കഴിഞ്ഞിട്ട് ആദ്യത്തെ ലെഫ്റ്റ് പോകണം, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡ്. അവിടെ ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, അത് നോക്കിപ്പോയാൽ മതി. ഈ റൂട്ടിൽ ഒരു 1.5 കിലോമീറ്റർ പോയിട്ട് റൈറ്റ് പോകണം. വെള്ളച്ചാട്ടത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2-3 കടകളെല്ലാം ഉണ്ട്. വാഹനങ്ങളൊക്കെ കഷ്ടേ വരുള്ളൂ, ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളാണ്. അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പാലമുണ്ട്. അവിടെ ഈ മലനിരകളുടെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. നല്ല അടിപൊളിയൊരു വൈബ് സ്ഥലം. അപ്പോൾ ഇനി നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്തേക്ക് പോവുകയാണ്. ആസ്വദിക്കാം ഈ വെള്ളച്ചാട്ടം. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി എന്തോരം ഉണ്ടെന്നുള്ളത്. ധാരാളം ആൾക്കാരുണ്ട് അവിടെ വരുന്നത്. വെള്ളത്തിലിറങ്ങാൻ, കുളിക്കാൻ കുഴപ്പമില്ല. കുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്ന കൂടെ തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. പ്രത്യേകിച്ച് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുമ്പം നിങ്ങൾ ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ലേഡീസൊക്കെ ആയിട്ട് വന്നാലും ഈ പറയുന്ന പോലെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നനഞ്ഞ് അതേപോലെ വാഹനത്തിൽ കയറി പോകേണ്ടതായിട്ടില്ല. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടുത്തെ നാട്ടുകാരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ നടന്നു വരുന്നതെല്ലാം നമ്മുടെ ചങ്ങായിമാരാണ്. ഇമാർക്കൊന്നും താല്പര്യമില്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ, നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വന്ന് നടക്കുന്നതല്ലേ. അപ്പോൾ ഇവരെല്ലാം കൂട്ടിങ്ങ് പോന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ അച്ചൻകല്ല് വെള്ളച്ചാട്ടം കാണാൻ വരുന്നത്. പലപ്പോഴും വരണമെന്ന് ആഗ്രഹിച്ച് നടന്നില്ല, പക്ഷെ ഇപ്പോഴാണ് സാധിച്ചത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. മഴക്കാലത്ത് മാത്രമാണ് ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ സജീവമായിട്ട് ഉണ്ടാവുക. ധാരാളം ആൾക്കാർ കാണാൻ വരും. സാധിക്കുന്നവരൊക്കെ പോയി കാണുക. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, അത് ആസ്വദിക്കുക നന്നായിട്ട്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം, മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഇങ്ങനെയുള്ള നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവുക. വള്ളിക്കടവ് ഷാപ്പിലെ കപ്പ ബിരിയാണി സൂപ്പറായിട്ടാണ്.